try it on me, I'm flexible. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ മോളെ, ബട്ട് അലാൻ എവിടെയാ? അവനെ കണ്ടില്ലല്ലോ. ഏട്ടൻ കെവിൻ്റെ കൂടെ എവിടെ പോയിരിക്കുക എന്തോ, എനിക്കറിയത്തില്ല. അമ്മേ, അവനെന്നെ വിളിച്ചിരുന്നു. അവർക്കെന്തോ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒന്ന് വീട്ടിലുള്ളവർക്ക് പറഞ്ഞേക്കണമെന്ന്. നാളെ എന്തോ ലാസ്റ്റ് ഡേറ്റാണ്. അവനറിയാലോ, അവർ രണ്ടുപേരും എവിടെയോ കളിച്ച് നടന്നു. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയപ്പോൾ ഒരുമിച്ചിരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നത്തെയും പോലെ സ്വാഭാവികം. അല്ല, മോളെന്താ പറയാൻ വന്നേ? അത് അമ്മേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 2 ഫ്രണ്ട്സ് ഐറനും ഡയാനയും. അപ്പോൾ അവരുടെ ലാൻഡ് ലോഡ് ഇച്ചിരി പെശക. സോ അവർക്കിവിടെ ഏതെങ്കിലും ഒരു റൂം കൊടുത്തിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഷെയർ ചെയ്യും, ഒറ്റ റൂം മതി. അപ്പോൾ അവർക്കിപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറേണ്ട കണ്ടീഷനിലാണ് നിൽക്കുന്നത്. സോ ഞാൻ അവരിങ്ങോട്ട് വിളിച്ചു വിട്ടേ നാളെ വരാനായിട്ട്. അതിനെന്താ, ഇനി വിളിച്ചോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അവരെ വിളിക്കാൻ. നാളെ തന്നെ ഇനി പോരാൻ പറഞ്ഞേക്ക്. എന്തായാലും ഇനി പോത്തുകളുടെ ഇടയിൽ എനിക്ക് 2 മക്കളെയും കൂടെ കിട്ടി. അത്ര തന്നെ. നീ അവരെ നാളെ തന്നെ വരാൻ വിളിച്ചേക്ക്. അതല്ല, എന്താ അച്ഛനെന്ന് ഇത്ര സൈലൻറ്റ്? ഓ, അതൊന്നുമില്ലടാ മോനെ. എൻ്റെ ഒരാഗ്രഹം സാക്ഷാത്കരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ്. കൊള്ളാം. നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരല്ലേ? ഓ, ഉടനെ എൻ്റെ മണ്ടയ്ക്ക് ഞാനെന്ത് ചെയ്തിട്ട്? അവൻ ചോദിച്ചതിന് ഉത്തരം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവൻ ചോദിച്ച ക്വസ്റ്റ്യനും കൊള്ളാം, നിങ്ങൾ കൊടുത്ത ഉത്തരം കൊള്ളാം. 2 മര്യാദക്കിരുന്ന് കഴിച്ചോ? ഇല്ലേ 2-നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ചവെള്ളം തരില്ല. അയ്യോ വേണ്ടേ. അമ്മേ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുക. ആ മോളെ, പിന്നെ അവനെ വെയിറ്റ് ചെയ്യണ്ട, അവൻ വരാൻ താമസിക്കുമായിരിക്കും. മോള് കിടന്നോ? ആ ശരി അമ്മേ. ഞാനും പോവും അമ്മേ. കുറച്ച് ഫയൽസും കൂടെ നോക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ കിടന്നുറങ്ങണം. ആ ശരി. അവര് പോയ സ്ഥിതിക്ക് ഞാനും പോകുക ഉറങ്ങാൻ. ഓ, ഇവളെ കൊണ്ട് പ്രിയ നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എപ്പം വരാൻ പോവുക? ഒന്ന് പോണത് വിളിച്ചോലും പറയില്ലല്ലോ. ഇനി എങ്ങാനും പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മറന്നോ? ഏയ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. വേറെ എന്തെങ്കിലും അത്യാവശ്യമായി കാണും. റയാൻ ചേട്ടൻ പറഞ്ഞതല്ലേ എന്തോ അസൈൻമെൻറ്റിനാണെന്ന്. അങ്ങനെയായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട, എൻ്റെ അടുത്തൊന്ന് വിളിച്ചോലും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ വിളിക്കണേ? എന്നാലും എന്തേലും വട്ടെ, ഞാൻ വിളിക്കാൻ പോവുക. എടാ, എന്നാ നീ വെള്ളം കുടിക്ക്. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് അവളടുത്ത് പോയാൽ മതി. അതിനിങ്ങനെ നീ ഇവിടെ ഇരുന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. എണീറ്റ് വീട്ടിൽ പോടാ. വന്നത് മുതൽ ഒരേ ഇരിപ്പ്, ഒരേ കരച്ചിൽ. നിനക്ക് മനസ്സിലാവൂല. എൻ്റെ ഫീലിങ്സ് നിനക്ക് ഒരിക്കലും മനസ്സിലാവൂല. നിനക്കറിയോ എത്ര കൊതിച്ചിരുന്നെന്ന് അവളുടെ ആ ഒരു ഐ ലവ് യു കേൾക്കാനായിട്ട്. അവളെന്ന് പറഞ്ഞടാ, അവള് എൻ്റെ കൃതിക എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എടാ, നീ ഇത് നിൻ്റെ നാഷണൽ ആന്തോട്ട് സ്വീകരിച്ചോ? വന്നത് മുതൽ ഒരേ ഡയലോഗ്. അയ്യോ, എൻ്റെ കൃതിക എൻ്റെ അടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞ്, എൻ്റെ കൃതികയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൃതിക എൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ്. എടാ കൂട്ടുകാരൻ തണ്ടി, സമാധാനിപ്പേരടാ എന്നെ, സമാധാനിപ്പേര്. ഓ, ഇവനെ കൊണ്ട് ഓക്കേടാ കൂട്ടാ, പോട്ട്. അവളെ നിൻ്റെ അടുത്ത് ഇഷ്ടമെന്നല്ലേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. നീ അതിനെ സന്തോഷിക്ക്. അയ്യേ ചിപ്പ, നീ എല്ലായിടത്തണ്ടി സമാധാനിപ്പിക്കാൻ പറഞ്ഞേ. ഇങ്ങനെയാണോ ഒരാളെ സമാധാനിപ്പിക്കാനുള്ളത്? പൈലേ, നീ ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ. വന്നത് മുതൽ ഒറ്റ ഇരിപ്പും കരച്ചിലും.
അതിനുള്ള എക്സ്ക്യൂസ് അസൈൻമെൻ്റ് എഴുത്ത്. ഇറങ്ങി വീട്ടിൽ പൊക്കോണം ഇപ്പം. അളിയ നോ, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്, മര്യാദയ്ക്ക് ഇപ്പോൾ ഇറങ്ങി വീട്ടിൽ പൊക്കോണം. പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എടാ പ്ലീസ്, എനിക്ക് എങ്ങനെ അവളെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ. പ്ലീസ് ഇന്നൊറ്റൊരു ദിവസത്തേക്ക് ഇവനെയും കൊണ്ട്. ഓക്കെ, ബട്ട് ഇന്നൊറ്റൊരു ദിവസത്തേക്ക്, കേട്ടല്ലോ? താങ്ക് യു ഡാളിയ, നീ മുത്താണ് മുത്ത്. ഓ മതി സോപ്പിട്ടത്, വാ അകത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ. എടാ എൻ്റെ ഫോൺ ഇറങ്ങിയുന്നുണ്ട്, അവളാ വിളിക്കുന്നേ. ഞാനിനി എന്ത് ചെയ്യാനാ? ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ സംസാരിച്ച് തിന്നിട്ട് അകത്തേക്ക് കയറുക. ഞാൻ പോകണം. ഡാ കൂട്ടുകാരൻ തൻ്റെ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാതെടാ, എനിക്ക് കുറച്ച് ധൈര്യം തന്നിട്ട് പോടാ. ഓ അവൻ പോയി. ദൈവമേ എനിക്ക് ശക്തി തരണേ. ഹലോ ഹലോ അലാൻ, ഇത് ഞാനാ കൃതിക. അയിന് Sigma boy, Sigma boy, Sigma boy. Каждая девчонка хочет. ദൈവമേ തീർന്നു വേണ്ടായിരുന്നു. അയ്യോ എന്നെയും കൊണ്ട് ദൈവമേ എന്നെ കാത്തോണേ. അയ്യോ അങ്ങനെയല്ല. ഹായ് ഹായ് ഹായ്. എൻ്റെ ഭർത്തു പറഞ്ഞതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ? മോളെ അതങ്ങനെയല്ല, ഞാൻ അയിനെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഓ എൻ്റെ ഭർത്തു, താൻ അതിനെന്ന് പറയണത് ഞാൻ കേട്ടിട്ടുമില്ല. അല്ല എൻ്റെ പൊണ്ടാട്ടി എന്താ എന്നെ വിളിച്ചേ? അല്ല, താൻ എവിടെയാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ. യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നാളെ രാവിലെ മോൻ ഇങ്ങോട്ട് തന്നെയല്ലേ പറഞ്ഞത്? അതിനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല മോളെ, നീ ശരിക്കും തെറ്റിദ്ധരിച്ചതാ. അയിന് Будешь мой boy, Sigma boy. Я икон на твоих икон. Обо мне мечтают так. ഓക്കെ സുഭാഷ്, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആ പിന്നെ ഈ മോള് വിളി വേണ്ട കേട്ടോ, അത് അത്ര സൂചിച്ചില്ല എനിക്ക്. അമ്മേ മഹാമായി, പിന്നെ എന്താ തന്നെ ഞാൻ വിളിക്കേണ്ടേ? ആലോചിക്കേ, എന്തേലും നല്ല പേര് കിട്ടുമെന്ന് ആലോചിക്കേ. ഹൗ അബൌട്ട് സ്വീറ്റ് ഹാർട്ട്? No, that's something cringy shit. Then how about baby girl? That's so common. Nowadays എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കണേ. Try it love, try something new, something special. ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്. From bottom of your heart, try it, find it, search it in your heart. I love you my Foxy. Foxy? Why Foxy? You are so feisty, beautiful and so cunning. Come back home soon. I'm waiting for you. നീ ഇല്ലാതെ ഞാൻ ഈ രാത്രി ഉറങ്ങാൻ പോകുന്നില്ല. ഹേ ഫോക്സി, ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ നാളത്തെ ആദ്യ പ്രഭാത കിരണം നമ്മുടെ നേരത്തെ പതിക്കുന്നതുവരെ നീ ഇറങ്ങാൻ പോകുന്നില്ല. You are gonna scream my name wildly. Come home fast, love. I'm waiting for you. Wait for me Foxy, I'm on my way. Say it again, like it's time to let go. When you go out in the night, you're under the light. റയാൻ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? അച്ഛൻ ഇതുവരെയ്ക്കും ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയായിരുന്നു. കിച്ചണിൽ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് നിന്നെ കണ്ടേ. അല്ല, നീ ഈ സമയത്ത് എന്താ ചെയ്യുന്നത് ഇവിടെ? ഒന്നുമില്ലടാ, കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നേ. നീ ഇപ്പോഴും ഓഫീസിൽ നടന്ന ആ കാര്യവും ആലോചിച്ചുകൊണ്ടോ നിൽക്കുന്നേ? അച്ഛനെങ്ങനെ? ഞാനങ്ങനെ അറിഞ്ഞോന്നല്ലേ നിൻ്റെ സെക്രട്ടറിയാ പറഞ്ഞേ. പിന്നെ ജോണിൻ്റെ കാര്യം, നീ അത് മനസ്സിൽ വെച്ച് വയ്ക്കണ്ട, നീ അത് കളഞ്ഞേക്കേ. അവനെപ്പോഴും അങ്ങനെയാണ്. അന്ന് ഒരു ഹോംലെസ് പേഴ്സണായി നടന്നപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ സ്ഥാനം കൊടുത്തു. അത് കഴിഞ്ഞ് അവന് സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും
ഞാൻ സഹായിച്ചു. അവൻ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു. അതവൻ്റെ ബ്ലഡിലുള്ളതാ. നീ അത് വിട്ടേക്ക്. നീ അവൻ പറഞ്ഞതൊന്നും കാര്യമായിട്ടെടുക്കണ്ട. നീ അവനേക്കാൾ ഉയർത്തി വളരണം. അത് നിന്നെ കൊണ്ട് കഴിയും. ഈ ചെറിയൊരു തോൽവി കൊണ്ട് നിനക്കൊന്നും പറ്റില്ല എന്ന് നീ അവനെ കാണിച്ചു കൊടുക്കണം. ഇനി അടുത്തുള്ള എല്ലാ ടെൻഡേഴ്സും നീ വാങ്ങണം. നീ അവൻ്റെ മുമ്പിൽ ജയിച്ച് കാണിക്കണം. അതെനിക്ക് കാണണം. ഓക്കെ ഡാ, ഞാൻ അച്ഛനെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യൂല. ഇനി എല്ലാം മനസ്സിൽ നിന്ന് പറഞ്ഞ് നീ സുഖമായിട്ട് ചെന്ന് നടന്നുറങ്ങും. എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ് ഡാഡ്. ഗുഡ് നൈറ്റ്. Hope you know that somebody ain't me. Hope you know that somebody ain't